കോൺഗ്രസിന് വൻ തിരിച്ചടി. അനധികൃതമായി നിർമ്മിച്ച ടിഎംസിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും എംപിയുമായ അഭിഷേക് ബാനർജിയുടെ ഓഫീസ് കെട്ടിടം ബുൾഡോസർ കൊണ്ട് പൊളിച്ചു നീക്കി. ഇതോടുകൂടി തന്നെ അഭിഷേക് ബാനർജി പെരുവഴിയിലായിരിക്കുകയാണ്. ആദ്യം ടിഎംസിയുടെ ഓഫീസ് ഒഴിയണമെന്ന ആവശ്യവുമായി കെട്ടിട ഉടമ രംഗത്ത് വന്നതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പിന്നാലെ ഇപ്പോൾ പെട്ടിയും കിടക്കയുമായി തന്നെ മമത പെരുവഴിയിലേക്ക് ഇറങ്ങുകയും ചെയ്തതും എല്ലാവരും കണ്ടതാണ്. ഇതോടുകൂടി തന്നെ ടിഎംസിയുടെ കണ്ടകശനി ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോഴാണ് ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിഷേക് ബാനർജി ആകട്ടെ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തത്. മാത്രമല്ല ദക്ഷിണ 24 പർഗാന ജില്ലയിലെ അദാല അതേപോലെ തന്നെ ബെയ്യൂപൂർ റോഡിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന 4 നില കെട്ടിടത്തിലാണ് അനധികൃത നിർമ്മാണമാണ് എന്ന ആരോപണത്തെ തുടർന്നുകൊണ്ട് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ കെട്ടിടത്തിന് ആവശ്യമായ അനുമതികളില്ലാതെയാണ് നിർമ്മാണം നടത്തിയതെന്നത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അധികൃതരാകട്ടെ നേരത്തെ നോട്ടീസ് നൽകിയത്. എന്നാൽ ഈ നോട്ടീസ് ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിട്ട് പോലും തന്നെ അഭിഷേക് ബാനർജി ആകട്ടെ ഇതിൽ മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിച്ചില്ല. അത് മാത്രമല്ല ഹിയറിംഗിൽ ഹാജരാകാൻ അവസരം നൽകിയിട്ടും ആരും പങ്കെടുക്കാത്ത സാഹചര്യത്തിലാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി പൊളിക്കൽ നടപടിയിലേക്ക് കടന്നതെന്നതാണ് പോലീസ് വൃത്തങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നത്. കർശന സുരക്ഷാ സംവിധാനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ബുൾഡോസർ ഉപയോഗിച്ചുള്ള നടപടി. അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായതിനാൽ തന്നെ ഈ നടപടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഭരണ നടപടിയുടെ ഭാഗമായി തന്നെ പൊളിക്കൽ നടന്ന എന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം സംഭവത്തോട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും തുടർ വിഭാഗങ്ങൾക്കും ഇനി കൂടുതൽ സാധ്യതയുണ്ട് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം പ്രദേശത്ത് വലിയ തോതിൽ പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പൊളിക്കൽ ആരംഭിച്ചതോടുകൂടി തന്നെ ഇവിടേക്ക് പ്രദേശവാസികളും ടിഎംസി പ്രവർത്തകരും എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അഭിഷേക് ബാനർജിയുമായും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും അദ്ദേഹത്തിന്റെ കമ്പനിയുമായും ബന്ധമുള്ള 17 കെട്ടിടങ്ങൾക്ക് കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിച്ചുമാറ്റൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഹരീഷ് മുഖർജി റോഡിൽ സ്ഥിതി ചെയ്യുന്ന അഭിഷേകിന്റെ വസതിയായ ശാന്തി ഖേദ് ആകട്ടെ അതുൾപ്പെടെയുള്ളവയ്ക്ക് നോട്ടീസ് നൽകിയതായും ഇവയെല്ലാം തന്നെ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി തന്നെയാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.